സാറ് പറയുന്നത് പോലെ കൊലയാളിയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. സാർ എന്നോട് കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സാറിനെ സഹായിക്കാൻ കഴിയും. സോറി അക്ഷയ്, ഇതിൽ കൂടുതലായി എന്തെങ്കിലും പറയാൻ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം സാർ. താങ്കളെ സഹായിക്കാൻ കഴിയാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് അക്ഷയ് എഴുന്നേറ്റു. SI ഡാനിയൽ തൻ്റെ സുപ്പീരിയറെ ഒന്നുകൂടി നോക്കി. അയാൾ പറയാനുള്ള അനുവാദം ഡാനിയലിന് നൽകി. ഡാനിയൽ പറഞ്ഞു തുടങ്ങി. ഓക്കെ അക്ഷയ്, ഇനി പറയുന്ന കാര്യങ്ങൾ തികച്ചും കോൺഫിഡൻഷ്യലാണ്. ഞങ്ങൾ ഈ വിവരങ്ങൾ ഈ സമയത്ത് ആരെങ്കിലും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മീഡിയയാണ്. പക്ഷേ ഒരു ജേർണലിസ്റ്റായി നിങ്ങളോട് തന്നെ ഇതിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കും എന്ന് കരുതിയാണ്. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം മിസ്റ്റർ ഡാനിയൽ. ശരി, ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ നടക്കുന്നത് ഒരാഴ്ച മുമ്പാണ്. 3 കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് ഇവിടെയുള്ള സംരക്ഷിത വനമേഖലയിൽ ഒരു അഡ്വഞ്ചർ ടൂറിന് പോയി. വനംവകുപ്പിൻ്റെ അനുമതിയില്ലാതെയാണ് അവർ ഈ നിയന്ത്രണ മേഖലയിലേക്ക് കടന്നുകയറിയത്. 5 ദിവസം മുമ്പ് അവരിൽ ഒരാളായ അമലിൽ നിന്ന് ഞങ്ങൾക്കൊരു എമർജൻസി കോൾ ലഭിച്ചു. തങ്ങൾ കാട്ടിൽ വഴിതെറ്റി അലയുകയാണ്, രക്ഷിക്കണമെന്ന് പറഞ്ഞു. അയാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം ആ സ്ഥലത്തെത്തി. പക്ഷേ അവിടെ മുഴുവൻ തിരഞ്ഞിട്ടും ഞങ്ങൾക്കവരെ കണ്ടെത്താനായില്ല. 3 ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും അവൻ്റെ കോൾ വന്നു. തങ്ങൾ വലിയൊരു അപകടത്തിലാണ്, രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത്തവണ ഞങ്ങൾക്ക് അവനെ കണ്ടെത്താനായി. കാട്ടിൽ വളരെ ഉള്ളിലായി ഉണ്ടായിരുന്ന ഒരു പഴയ തകർന്ന കെട്ടിടത്തിലായിരുന്നു അവനുണ്ടായിരുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവൻ്റെ കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. അവൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നു. ഞങ്ങളെ ആദ്യം കണ്ടപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ വല്ലാതെ പേടിച്ചിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ആ കെട്ടിടത്തിനുള്ളിൽ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിയത്. ഡാനിയൽ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് അക്ഷയ്ക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു. അവ എടുത്തു നോക്കി അക്ഷയ് ശരിക്കും ഞെട്ടി. 2-3 ഫോട്ടോ നോക്കിയ ശേഷം കൂടുതൽ നോക്കാൻ കഴിയാതെ അവനത് തിരികെ വെച്ചു. അവൻ്റെ കൂടെയുണ്ടായിരുന്ന 2 പേരാണത്. ഇത്രയും ഭീകരമായ മർഡർ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. 2 പേരുടെയും തല മുതൽ കാലുവരെ വെട്ടി തുണ്ടം തുണ്ടമായി ഇട്ടിരിക്കുന്നു. അത് പറയുമ്പോൾ ഡാനിയലിൻ്റെ ശബ്ദം ഇടറി. അയാളുടെ കൈകൾ വിറയ്ക്കുന്നത് അക്ഷയ് കണ്ടു. അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. എന്നിട്ട് തുടർന്നു. ആരാണ് ഇത് ചെയ്തതെന്നറിയില്ല. ഞങ്ങൾ വരുന്ന ശബ്ദം കേട്ട് അയാൾ കാട്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾ ഒരുപാട് തിരഞ്ഞെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. ഞങ്ങളെത്താൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അമലിനെ കൂടി അയാൾ ഇതുപോലെ വെട്ടി നുറുക്കിയേനെ. അവിടെ നിന്ന് ഈ 2 പേരുടെ അല്ലാതെ മറ്റാരുടെയെങ്കിലും ബോഡിയോ മറ്റോ അവശിഷ്ടങ്ങളോ കിട്ടിയോ? ഇല്ല, ആ 2 പേരുടെ മാത്രം. അയാളെപ്പറ്റി അമൽ എന്താണ് പറയുന്നത്? അയാളെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അവൻ പേടിച്ചു നിലവിളിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ മർഡറൊക്കെ നടന്നത്. അതിൻ്റെ ഷോക്കിൽ നിന്ന് അവൻ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അവനെ കൊല്ലാൻ അയാൾ നാട്ടിലേക്ക് വരുമെന്നാണ് അമൽ കരുതുന്നത്. രക്ഷപ്പെടും മുമ്പ് അയാൾ അവനോട് അങ്ങനെ പറഞ്ഞുവെന്നാണ് അമൽ പറയുന്നത്. അമൽ ഇപ്പോൾ എവിടെയുണ്ട്? ഹോസ്പിറ്റലിൽ. അതാണ് അടുത്ത പ്രശ്നം. എന്തുപറ്റി? 2 ദിവസമായി അമൽ ഒബ്സർവേഷനിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അമലിൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരു നേഴ്സ് കൊല്ലപ്പെട്ടു. അവരുടെ കരച്ചിൽ കേട്ട് ആളുകൾ എത്തിയപ്പോഴേക്കും ആ കൊലയാളി രക്ഷപ്പെട്ടു. അമൽ ആ സമയത്ത് സെഡേഷനിലായിരുന്നു. എന്നാൽ ബോധം വന്നപ്പോൾ അവനെങ്ങനെയോ ഈ കാര്യം അറിഞ്ഞു. തന്നെ കൊല്ലാൻ അയാൾ നാട്ടിലെത്തിയിരിക്കുകയാണെന്നാണ് അമൽ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു കൊലയാളി നമ്മുടെ സിറ്റിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ അപകടമാണല്ലോ സർ. ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ അറിയിക്കേണ്ടതല്ലേ? അതാണ് ഞങ്ങളെ കുഴപ്പിക്കുന്ന പ്രശ്നം. ഈ വിഷയം മീഡിയയിലെത്തിയാൽ അത് അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അക്ഷയ്ക്ക് ഊഹിക്കാലോ. അത് ജനങ്ങളെ പരിഭ്രാന്തരാക്കും. ഇങ്ങനെയൊരവസ്ഥയിൽ ജനങ്ങൾ കൂടി പരിഭ്രാന്തരായാൽ സ്ഥിതി കൂടുതൽ നിയന്ത്രണാതീതമാവുകയുള്ളൂ. പക്ഷേ കാര്യങ്ങൾ മൂടിവെക്കുന്നത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു കൊലയാളി നമുക്ക് ചുറ്റും കറങ്ങി നടക്കുമ്പോൾ അതിനെപ്പറ്റി അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അക്ഷയ് പറയുന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. ഇതുപോലൊരു പ്രശ്നം നമ്മൾ മുമ്പ് അഭിമുഖീകരിച്ചിട്ടില്ല. ഒട്ടും നോർമൽ അല്ലാത്ത രീതിയിൽ കൊല നടത്തിയ ശേഷം ആരും കാണാതെ അദൃശ്യനാകുന്ന ഒരു കൊലയാളിയാണ് നമുക്ക് മുന്നിൽ. അതിനാൽ ജനങ്ങളിൽ ഈ വിവരങ്ങൾ എത്തും മുമ്പ് നമുക്ക് ഈ കേസിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നന്നായി ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടിവരും.
ഞാനെങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ അക്ഷയ്, ഒരു അദൃശ്യനായ സൈക്കോ കൊലയാളിയാണ് നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ ലോകത്തുടനീളമുണ്ടായിട്ടുള്ള സൈക്കോ കൊലയാളികളെ പറ്റി വിശദമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സൈക്കോ കൊലയാളികളുടെ മാനസികാവസ്ഥയെപ്പറ്റിയും അവരുടെ രീതികളെപ്പറ്റിയും ആധികാരികമായി ലേഖന പരമ്പര തന്നെ എഴുതിയിട്ടുള്ള ആളാണ്. എൻ്റെ എഴുത്തുകൊണ്ട് നാട്ടിൽ ആക്രമണം പടരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് താങ്കളുടെ മേലുദ്യോഗസ്ഥൻ തന്നെയാണല്ലോ ആ ലേഖന പരമ്പര നിരോധിച്ചത്. അക്ഷയ്, പരസ്പരം പഴിചാരേണ്ട സമയമല്ല ഇത്. താങ്കളുടെ സഹായം ഞങ്ങൾക്കുണ്ടാകുമോ എന്നാണ് ഞങ്ങൾക്കിപ്പോൾ അറിയേണ്ടത്. അക്ഷയ് ഒന്നും പറയാതെ കുറച്ചു സമയം ആലോചന നിമഗ്നനായിരുന്നു. ശേഷം ആ ഫോട്ടോഗ്രാഫ്സ് ഒന്നുകൂടി പരിശോധിച്ചു. ഒരു പ്രൈമറി സൈക്കോപാത്ത് ബിഹേവിയറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ അദൃശ്യനാകും. മറ്റൊരാളായി മാറാനും ഇവർക്ക് സവിശേഷമായ കഴിവാണുള്ളത്. ഇതൊരു ഇൻബോൺ കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് ആരോടും ഒരു അടുപ്പമോ സ്നേഹമോ ഉണ്ടാകില്ല. അതാകും അയാൾ കാട്ടിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കാനുള്ള കാരണം. പക്ഷേ താങ്കൾ പറഞ്ഞത് ആ കെട്ടിടത്തിൻ്റെ പരിസരത്ത് നിന്ന് മറ്റാരുടെയും ബോഡി കിട്ടിയിട്ടില്ല എന്നാണ്. അതെ, അതാണ് എന്നെ കുഴപ്പിക്കുന്നത്. അയാളൊരു പ്രൈമറി സൈക്കോപാത്ത് ആണെങ്കിൽ തൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഒരു കരുണയും കൂടാതെ കൊന്നുകളയാൻ അയാൾക്കൊരു മടിയും ഉണ്ടാകില്ല. മറിച്ച് അതിലയാൾ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും. ഒരുപക്ഷെ അയാളുടെ മുന്നിൽ ആദ്യമായി അകപ്പെട്ടു പോയത് ഈ 3 പേരാണെങ്കിലോ? മേ ബി. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെങ്കിലും ഇങ്ങനെ ഒരാളെപ്പറ്റി അറിവില്ലാതിരിക്കുമോ? അതുമാത്രമല്ല, എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. അയാളുടെ പ്രധാന ടാർഗറ്റ് അമലായതിനാൽ അമലിനുള്ള സുരക്ഷ ശക്തമാക്കണം. നേഴ്സിൻ്റെ മരണശേഷം അയാളിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ആശുപത്രിയിൽ കഴിയുന്നത്. അമലിനോട് സംസാരിച്ച് കൊലയാളിയുടെ ഒരു രേഖാചിത്രം ഉണ്ടാക്കാൻ കഴിയില്ലേ? അയാളിപ്പോൾ മെൻ്റലി വളരെ അൺസ്റ്റേബിളാണ്. ആ കൊലയാളിയെ പറ്റി ചോദിക്കുമ്പോൾ തന്നെ പേടിച്ച് അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ രേഖാചിത്രം ഉണ്ടാക്കൽ സാധ്യമല്ല. എനിക്ക് ഈ അമലിനോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? യെസ്, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. ഓക്കെ സാർ. ഈ കൊലയാളി പിടിയിലാകുന്നതുവരെ എൻ്റെ പൂർണ്ണ സഹകരണം ഈ കേസിലുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അക്ഷയ് ഡാനിയലിന് ഹസ്തദാനം നൽകി അവിടെ നിന്ന് പിരിഞ്ഞു. അമൽ, അമൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്. ശരി, ഞാൻ അക്ഷയ്, ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. മേ ഐ? യെസ്. നിങ്ങൾ എന്തിനാണ് ആ നിയന്ത്രിത മേഖലയായ വനത്തിൽ അനുവാദം കൂടാതെ പോയത്? അമൽ മറുപടി ഒന്നും പറഞ്ഞില്ല. അമൽ. യെസ്. ഞാൻ ചോദിച്ചത് കേട്ടോ. നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്? വിദ്യ. എന്താ? വിദ്യ? ആരാണ് വിദ്യ? എൻ്റെ ഗേൾഫ്രണ്ട്. വിദ്യ പറഞ്ഞിട്ടാണോ അവിടെ പോയത്? അല്ല. പിന്നെ? ഷീ ബ്രോക്കപ്പ് വിത്ത് മീ. ഞാൻ വെറുമൊരു ഭീരുവാണെന്ന് അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അങ്ങനെ അല്ലെന്ന് തെളിയിക്കാനാണ് ഞങ്ങളിങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പ്ലാൻ ചെയ്തത്. ദീപനും സുലിനും എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിൽ അവർ സമ്മതിച്ചത്. എന്നിട്ട്? അമൽ കരച്ചിലിൻ്റെ വക്കിലെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു രാത്രി അവിടെ കഴിഞ്ഞ ശേഷം പിറ്റേന്ന് രാവിലെ മടങ്ങി വരാനായിരുന്നു പ്ലാൻ. നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുത്തിരുന്നു. ടെൻറ്റ് കെട്ടി തീ കൂട്ടി വെച്ച ശേഷം ഉറങ്ങാൻ പോയി. പക്ഷേ രാവിലെ ഞങ്ങൾക്ക് തിരിച്ചു വരാനായില്ല. ഉൾക്കാട്ടിൽ മഴ പെയ്ത് വെള്ളം കയറിയതിനാൽ പുഴ മറികടന്ന് തിരികെ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ എമർജൻസിയിൽ വിളിച്ച് സഹായം ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്കുടനെ സഹായം എത്തിക്കാമെന്ന് അറിവ് കിട്ടി. ഞങ്ങൾ അവിടെ തന്നെ കാത്തിരുന്നു. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഞങ്ങൾ ക്ഷീണിച്ച് അവശരായി. ആ സമയത്താണ് അയാൾ നമ്മുടെ അടുത്ത് വന്നത്. അയാൾ കാട്ടിൽ വേട്ടയ്ക്ക് വരാറുണ്ടെന്നും തിരികെ പോകാനുള്ള വഴി അറിയാമെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ആ കെട്ടിടത്തിൽ വെച്ച് അയാൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ കാട്ടുഫലങ്ങൾ തന്നു. അയാളെ വിശ്വസിച്ച് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധം നശിച്ചു. ബോധം വരുമ്പോൾ ഞങ്ങൾ ബന്ധസ്ഥരായിരുന്നു. ഇതിനിടയ്ക്ക് സുനിലിൻ്റെ സഹായത്തോടെ എനിക്ക് ഒന്നുകൂടി എമർജൻസി നമ്പറിൽ വിളിക്കാനായി. പക്ഷെ അയാൾ അത് കണ്ടുപിടിച്ചു. അയാൾ ആദ്യം സുനിലിനെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് വെട്ടിനുറുക്കി.
അതിനുശേഷം ദീപനെയും. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് പോലീസ് എത്തി എന്നെ രക്ഷിച്ചു. പോലീസിൻ്റെ വരവറിഞ്ഞ് അയാൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. അവിടുന്ന് പോകും മുമ്പ് അയാൾ എന്നോട് പറഞ്ഞു, രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, നാട്ടിലെത്തിയാലും അയാൾ എന്നെ പിന്തുടർന്ന് എന്നെ കൊല്ലുമെന്ന്. അയാളുടെ രൂപമൊന്ന് വിവരിക്കാമോ അമൽ? ക്രൂരത നിറഞ്ഞ മുഖമാണ് അയാളുടേത്. കൂർത്ത കണ്ണുകൾ, മുഖം നിറയെ വടുക്കൾ, നീണ്ട മൂക്ക്. പെട്ടെന്ന് അമലിൻ്റെ ഭാവം ആകെ മാറി. അയാൾ ശരിക്കും പേടിച്ചു. അവനെ നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ അക്ഷയ് ഉടനെ വിഷയം മാറ്റി. അമൽ, അമൽ, നിങ്ങൾക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ ആശുപത്രിയിൽ കഴിയാൻ എനിക്ക് പേടിയാണ് മിസ്റ്റർ അക്ഷയ്. എനിക്ക് എൻ്റെ വീട്ടിൽ തിരികെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ശരി അമൽ, ഞാനിത് ഇൻസ്പെക്ടറോട് പറയാം. താങ്കൾ വേഗം സുഖം പ്രാപിക്കട്ടെ. ബായ്. അക്ഷയ് അവിടെ നിന്ന് പുറത്തിറങ്ങി. SI ഡാനിയൽ പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അക്ഷയ് സംസാരിച്ചിട്ട് എന്തു പറഞ്ഞു? ഇനി പ്രോഗ്രസ്? സാറ് പറഞ്ഞ പോലെ തന്നെ മെൻ്റലി അൺസ്റ്റേബിളാണ്. അതിനാൽ അയാൾ പറയുന്നതൊക്കെ പൂർണ്ണമായി വിശ്വസിക്കാനാകില്ല. ആശുപത്രിയിൽ കഴിയാൻ പേടിയായതിനാൽ വീട്ടിലേക്ക് മാറണമെന്ന് പറഞ്ഞു. അതുപോട്ടെ, വി ഹാവ് ഗോട്ട് എ മേജർ ബ്രേക്ക് ത്രൂ. ആ നേഴ്സിനെ കൊലപ്പെടുത്തിയ ശേഷം അയാൾ രക്ഷപ്പെട്ട് ഓടിയെന്ന് പറഞ്ഞില്ലേ? അയാളുടെ CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ വിഷ്വൽസ് ഒന്ന് കാണാൻ സാധിക്കുമോ? ഡാനിയൽ തൻ്റെ ഫോണിൽ പകർത്തിയ ആ വിഷ്വൽസ് അക്ഷയെ കാണിച്ചു. ഇത് വെച്ച് എല്ലാ ന്യൂസ് ചാനലിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 1 hour ഹി വിൽ ബി അണ്ടർ അവർ കസ്റ്റഡി. സർ, താങ്കൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ തിരയുന്ന കൊലയാളി ഒരിക്കലും ഇയാളല്ല. എന്ത് നോൺസെൻസാണ് അക്ഷയ് പറയുന്നത്? കൊല നടന്ന അതേ സമയത്ത് തന്നെയാണ് ഇയാൾ ഓടുന്ന ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർ, അയാളുടെ കയ്യിലെ ബാഗ് ശ്രദ്ധിച്ചോ? അതൊരു ലേഡീസ് ബാഗാണ്. അതെങ്ങനെ അയാളുടെ കയ്യിൽ വന്നു? അത് കൊല്ലപ്പെട്ട നേഴ്സിൻ്റെ തന്നെ ബാഗാണ്. ഞാൻ അന്വേഷിച്ചു. അതാണ് സർ ഞാനും പറയുന്നത്. അയാൾ തീർച്ചയായും ഒരു കള്ളനാണ്, എന്നാൽ ഒരു സൈക്കോ കൊലപാതകിയല്ല. അയാൾ ഓടുന്നത് മോഷ്ടിച്ചതിനാലോ മറ്റെന്തോ കാരണത്താലോ ആണ്. ഒരിക്കലും ഒരു സൈക്കോ കൊലയാളി ഇങ്ങനെ ചെയ്യില്ല. കമോൺ അക്ഷയ്, നിങ്ങൾ ഇതിനെപ്പറ്റി അറിവുള്ളയാൾ തന്നെ. പക്ഷേ താങ്കൾ പറയുന്നതെല്ലാം എപ്പോഴും ശരിയാകണമെന്നില്ല എന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളി ഇയാളല്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓക്കെ അക്ഷയ്, താങ്കളുടെ സേവനം ഇനി നമുക്ക് ആവശ്യമില്ല. ഇയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എങ്ങനെ സത്യം തെളിയിക്കണമെന്ന് എനിക്കറിയാം. ചെയ്ത സേവനങ്ങൾക്ക് നന്ദി. താങ്കൾക്ക് പോകാം. അക്ഷയ് ഒന്ന് ചിരിച്ചു. ഇത് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഒരഭ്യർത്ഥന. അമലിൻ്റെ പോലീസ് സംരക്ഷണം നിങ്ങൾ ദയവായി പിൻവലിക്കരുത്. അയാളുടെയും മറ്റു പലരുടെയും ജീവൻ ഇപ്പോഴും അപകടത്തിലാണ്. താങ്കൾക്ക് ആശംസകളേകുന്നു. നന്ദി. അതിനെപ്പറ്റി പേടിക്കേണ്ട അക്ഷയ്. കൊലയാളി പിടിയിലാവുന്നതുവരെ അമലിൻ്റെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഞങ്ങളുടേത് തന്നെയായിരിക്കും. ആശുപത്രിയിൽ നിന്ന് ഇന്ന് ഡിസ്ചാർജ് ചെയ്താലും അമലിൻ്റെ സംരക്ഷണാർത്ഥം അയാളെ ഹൗസ് അറസ്റ്റിൽ നിർത്താനാണ് തീരുമാനം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഹലോ അക്ഷയ്. ഹലോ, അക്ഷയ് ഹിയർ. ഫോൺ ചെവിയോട് ചേർത്ത് അക്ഷയ് പറഞ്ഞു. ഹലോ, ഇത് ഡാനിയലാണ്. ഹലോ സർ. കൊലയാളി പിടിയിലായി എന്ന് ഇന്നലത്തെ ന്യൂസിൽ കണ്ടല്ലോ. കൺഗ്രാറ്റ്സ്. എന്താ ഇപ്പോൾ എന്നെ വിളിച്ചത്? അക്ഷയ്, എത്രയും പെട്ടെന്നൊന്ന് കാണണം. ഇറ്റ്സ് ആൻ എമർജൻസി. എന്താ സാർ കാര്യം? ഓക്കെ പറയാം. അക്ഷയ് ജംഗ്ഷനിൽ നിന്നാൽ മതി. ഞാൻ അതുവഴി വരുമ്പോൾ പിക്ക് ചെയ്യാം. ശരി സർ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ടെത്താം. അക്ഷയ് ജംഗ്ഷനിലെത്തി അധികം കഴിയും മുമ്പേ ഡാനിയലിൻ്റെ കാർ അവിടെ എത്തി. ഡ്രൈവർ കൂടി ഉണ്ടായിരുന്നതിനാൽ അക്ഷയ് പിന്നിലെ സീറ്റിലാണ് കയറിയത്. എന്തു പറ്റി സർ? എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്? അക്ഷയ് പറഞ്ഞത് ശരിയായിരുന്നു. നമ്മൾ തെറ്റായ ആളുടെ പുറകെയായിരുന്നു. അന്ന് ന്യൂസ് ചാനലുകളിൽ വാർത്ത കൊടുത്ത ശേഷം നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻ വെച്ച് നമ്മൾ CCTVയിൽ കണ്ട ആളെ അറസ്റ്റ് ചെയ്തു. അത് ആ മരിച്ചുപോയ നേഴ്സിൻ്റെ സ്റ്റെപ്പ് ബ്രദർ ആയിരുന്നു. അയാൾ സ്ഥിരമായി അവരെ കാശിനു വേണ്ടി ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അന്നവിടെ വന്നതും കാശിനു വേണ്ടിയായിരുന്നു. അവളുടെ ബാഗ് തട്ടിയെടുത്ത് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവളുടെ മരണം നടന്നത് അതിനുശേഷമായിരുന്നു. അവൾ മരിച്ച വിവരം അവൻ പിന്നീടാണ് അറിയുന്നത്. അവൻ പിടിയിലായപ്പോൾ അവൻ ഈ വിവരങ്ങൾ ഒക്കെ നമ്മളോട് പറഞ്ഞു. പക്ഷേ അതവൻ നുണ പറയുകയാണെന്നാണ് ഞങ്ങൾ കരുതിയത്.
എന്നാൽ അതങ്ങനെയായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലായി. ഇന്ന് ഉച്ച കഴിഞ്ഞ് അമൽ ശരീരമാകെ മുറിവുകളോടെ അവശനിലയിൽ എൻ്റെ മുമ്പിലെത്തി. കൊലയാളി ഇപ്പോഴും തൻ്റെ പിന്നാലെ ഉണ്ടെന്നും അയാൾ അവൻ്റെ ഒരു സുഹൃത്തിനെയും കൊലപ്പെടുത്തിയെന്നും പറഞ്ഞു. അതെങ്ങനെ? അമൽ ഹൗസ് അറസ്റ്റിലായിരുന്നില്ലേ? അതെ, പക്ഷേ ഇന്ന് രാവിലെ അമൽ എന്നെ വിളിച്ചിരുന്നു. ഗേൾഫ്രണ്ടുമായുള്ള പിണക്കം മാറിയെന്നും അവളെ കാണാൻ പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞു. എന്നാൽ അവൻ്റെ സംരക്ഷണാർത്ഥം ഞാനവനെ പുറത്തു പോകാൻ സമ്മതിച്ചില്ല. എന്നാൽ കാവലിലുണ്ടായിരുന്ന പോലീസുകാരനെ കണ്ണുവെട്ടിച്ച് അമൽ ഇന്നുച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തു ചാടി ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയായിരുന്നു. മൈ ഗോഡ്, അപ്പോൾ ഇന്ന് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് അഞ്ജലിയാണോ? അതെ. അതെങ്ങനെ മനസ്സിലായി? അമൽ ഇപ്പോൾ എവിടെയുണ്ട് സർ? ഹോസ്പിറ്റലിൽ. അവിടെ ഒരു പോലീസ് അവന് കാവലുണ്ട്. അയാളെ വിളിച്ച് അമലിനെ ഒരു കാരണവശാലും ആശുപത്രിയിൽ നിന്ന് പോകാൻ അനുവദിക്കരുതെന്ന് പറയണം. പറ്റുമെങ്കിൽ കൂടുതൽ പോലീസ് ഫോഴ്സ് ഹോസ്പിറ്റലിലെത്തണം. നമുക്ക് വേഗം ആ മരണം നടന്ന ഫ്ലാറ്റിലെത്തണം. യെസ്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ എത്തിക്കഴിഞ്ഞു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി. ഡാനിയൽ മരണം നടന്ന മുറിയും മറ്റും പരിശോധിച്ച ശേഷം സെക്യൂരിറ്റി റൂമിലെത്തി വിസിറ്റേഴ്സ് രജിസ്റ്റർ പരിശോധിച്ചു. അതിനുശേഷം അവർ ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങൾ നോക്കി. ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്, ലിഫ്റ്റ്, പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിലെ CCTV റെക്കോർഡിംഗ്സ് ആണ് അതിലുണ്ടായിരുന്നത്. വിസിറ്റേഴ്സായി വന്നവരെയെല്ലാം അതിൽ കാണാൻ കഴിഞ്ഞെങ്കിലും അതിലെങ്ങും ആ കൊലയാളി ആരെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സൂചനയും അവർക്ക് കിട്ടിയില്ല. ഇയാൾ ശരിക്കും ഒരു അദൃശ്യനായ കൊലയാളിയാണല്ലോ അക്ഷയ്. CCTVയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന് അക്ഷയ് പെട്ടെന്ന് ഒരു ഫ്രെയിമിൽ അത് പോസ്റ്റ് ചെയ്തു വെച്ചു. സർ, ഇതൊന്ന് നോക്കൂ. ഫ്ലാറ്റിൽ നിന്ന് ഭയചകിതനായി തിരികെ ഓടിപ്പോകുന്ന അമലിൻ്റെ ചിത്രമായിരുന്നു അപ്പോൾ ആ ഫ്രെയിമിൽ. ഡാനിയൽ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അക്ഷയ് തുടർന്നു. സാറ് പറഞ്ഞത് അമൽ താങ്കളുടെ മുന്നിൽ വന്നപ്പോൾ ആകെ മുറിവേറ്റ് അവശനിലയിലായിരുന്നു എന്നല്ലേ? ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഇതിലയാൾ ഭയപ്പെട്ട് തിരിച്ചോടുന്നതായി കാണുന്നുണ്ട്. കൊലയാളിയെ കണ്ട് പേടിച്ചിട്ടാകും ഓടുന്നത്. അയാൾ നന്നായി ഭയപ്പെട്ടിരിക്കുന്നെന്നുള്ളത് ശരിയാണ്. പക്ഷേ സാറ് പറഞ്ഞ രീതിയിലുള്ള പരിക്കുകളൊന്നും അയാൾക്കിപ്പോൾ ഇല്ല. നോക്കൂ. അക്ഷയ് പറഞ്ഞത് ശരിയാണെന്ന് ഡാനിയലിന് മനസ്സിലായി. അക്ഷയ് തുടർന്നു. സാറ് പറഞ്ഞതുപോലെ ആ കൊലയാളിയെ ആർക്കും കാണാൻ സാധിക്കാത്തത് അയാൾ അദൃശ്യനായതുകൊണ്ടല്ല, അങ്ങനെയൊരു കൊലയാളി ഇല്ല എന്നതുകൊണ്ടാണ്. വാട്ട് ഡു യു മീൻ അക്ഷയ്? അക്ഷയ് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഡാനിയലിന് ഒരു ഫോൺ വന്നു. അയാളത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. വാട്ട്? മൈ ഗോഡ്. തൻ്റെ മുഖത്തെ അവിശ്വസനീയ ഭാവം നിലനിർത്തിക്കൊണ്ട് ഡാനിയൽ ഫോൺ കട്ട് ചെയ്തു. എന്തു പറ്റി സർ? ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അമലിനെ കാണാനില്ല. ആശുപത്രിയിൽ കൂടുതൽ ഫോഴ്സ് അയച്ചില്ലേ? അവർ എത്തും മുമ്പാണ് ഇത് സംഭവിച്ചത്. അക്ഷയ് അത് കേട്ടയുടനെ തൻ്റെ ഫോൺ എടുത്ത് ആരെയോ ഡയൽ ചെയ്തു. എന്നാൽ ആ കോൾ ആരും അറ്റൻഡ് ചെയ്തില്ല. ഉടനെ അയാൾ ഫോണിൽ മറ്റെന്തോ നോക്കിയ ശേഷം ഡാനിയലിനോട് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ജവഹർ പാർക്കിലെത്തണം. വിദ്യയുടെ ജീവൻ അപകടത്തിലാണ്. വിദ്യയോ? അതെ, അമലിൻ്റെ ഗേൾഫ്രണ്ട്. നമുക്ക് ഉടനെ എത്തണം. ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പോകുന്ന വഴിക്ക് ഡാനിയൽ കൂടുതൽ ഫോഴ്സ് പാർക്കിലേക്ക് എത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അവർ അതിവേഗം പാർക്കിലെത്തി. വണ്ടി നിർത്തി ഡാനിയലും ഡ്രൈവറും പുറത്തേക്കിറങ്ങി. അവർ ഇറങ്ങുമ്പോൾ കാണുന്നത് വിദ്യയുമായി ഓടിവരുന്ന അമലിനെയാണ്. അവളുടെ കൈകളും വായും തുണികൊണ്ട് കെട്ടിയിരുന്നു. അവൾ അത്യധികം ഭയചകിതയായിരുന്നു. സർ, അവൻ അമൽ പാർക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ വണ്ടിയിലിരിക്കൂ. ഡാനിയൽ അപ്പോഴേക്ക് അവിടെ എത്തിയ മറ്റ് പോലീസുകാരോടൊപ്പം പാർക്കിലേക്ക് പാഞ്ഞു. എന്നാൽ പിന്നിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം കേട്ട് അവർ പെട്ടെന്ന് തിരികെ വന്നു. അവർ വരുമ്പോൾ കണ്ടത് കാറിൻ്റെ ഡോറിന് താഴെ വീണ് കിടക്കുന്ന അമലിനെയാണ്. അക്ഷയ് അവൻ അനങ്ങാനാകാത്ത വിധത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നു. വിദ്യയുടെ കയ്യിലെ കെട്ടഴിച്ചിരുന്നു. അവൾ വായിലെ കെട്ട് സ്വയം മാറ്റി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവനാണെല്ലാം ചെയ്തത്. അക്ഷയ് അമലിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. നിങ്ങളുടെ ശ്രദ്ധ കൊലയാളിയിലേക്ക് മാറ്റിയിട്ട് ഇവളെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു. അക്ഷയ് തുടർന്നു. ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാലാണ് കാറിൽ നിന്നിറങ്ങാതെ ഞാൻ മറഞ്ഞിരുന്നത്. സാർ തിരയുന്ന ആ അദൃശ്യനായ കൊലയാളി, അമലിനെ കൊല്ലാൻ നടക്കുന്ന ആൾ, അത് മറ്റാരുമല്ല, ഈ അമൽ തന്നെയാണ്. ഡാനിയൽ അവന് നേരെ തോക്കു ചൂണ്ടി. അമൽ പൊട്ടിക്കരഞ്ഞു.
എന്നെ കൊന്നുകളഞ്ഞേക്കു സർ. ഞാൻ ജീവിച്ചിരുന്നാൽ ഇനിയും ഒരുപാട് പേർ മരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് വന്നു. ഡാനിയൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ അയാളുടെ കയ്യിൽ നിന്ന് ആ തോക്ക് തട്ടിയെടുത്ത് വിദ്യയുടെ അടുത്തേക്ക് പാഞ്ഞു. അക്ഷയ് ഒട്ടും സമയം പാഴാക്കാതെ അവനെ തലയുടെ പുറകിൽ അടിച്ചു വീഴ്ത്തി. അവൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു. അക്ഷയ്, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ സഹായിച്ചതിന് നന്ദി. DSP തുടർന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ ഞങ്ങൾക്കിപ്പോഴും മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അക്ഷയ് എങ്ങനെ ഈ വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞു? ഡാനിയൽ സർ, എന്നോടന്ന് കേസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഈ കേസിൻ്റെ പിന്നാലെയായിരുന്നു. തുടക്കം മുതലേ എനിക്ക് ഒരാളെ മാത്രമായിരുന്നു സംശയം. പക്ഷേ അയാൾ പ്രൈമറി സൈക്കോപാത്തിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും കാണിക്കാത്തതിനാൽ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അതിനാൽ ഞാൻ അന്ന് അമലുമായി നടത്തിയ സംഭാഷണം മുഴുവൻ ക്യാമറയിൽ പകർത്തി. ആ വീഡിയോ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണിച്ചു. അദ്ദേഹം അത് വിശകലനം ചെയ്ത ശേഷം എൻ്റെ സംശയം ശരിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അക്ഷയ് ഒന്ന് നിർത്തി. എന്നിട്ട് വീണ്ടും പറഞ്ഞു. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഡിസോർഡർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന രോഗത്തിൻ്റെ അടിമയാണ് അമൽ. 2 അതിലധികമോ പേഴ്സണാലിറ്റി ഒരേ വ്യക്തിയിൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണിത്. എന്നാൽ ഇവിടെ അമലിലുള്ള ആ അപരവ്യക്തി ഒരു കൊലപാതകിയായ സൈക്കോ ആണ്. ആ അവസ്ഥയിൽ എപ്പോഴും എത്താത്തതുകൊണ്ടാണ് അവൻ പ്രൈമറി സൈക്കോപാത്തിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും കാണിക്കാത്തത്. ചെറുപ്പം മുതലേ അന്തർമുഖനായിരുന്ന അമൽ അവനറിയാതെ അവൻ്റെ ഒപ്പം വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ അപരവ്യക്തിയെ. തക്കതായ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ ആ വ്യക്തി അവൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ ഉറങ്ങിക്കിടന്നു. എന്നാൽ വിദ്യ അവനോട് ഗുഡ് ബൈ പറഞ്ഞതോടെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞ ശേഷം ഞാൻ വിദ്യയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്നാൽ വിദ്യയ്ക്ക് പറയാനുണ്ടായിരുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥയായിരുന്നു. അവൾ അവനോട് പിരിയാൻ കാരണം അമൽ പറഞ്ഞതുപോലെ അവൻ ഭീരുവായതുകൊണ്ടല്ല. അതിനു കാരണം അമലിൻ്റെ മാറാത്ത സംശയരോഗമായിരുന്നു. അവൻ്റെ രോഗിയായ മനസ്സിൽ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾക്ക് വിദ്യയുമായി അടുപ്പമുണ്ടെന്നുള്ള സംശയം ഉടലെടുത്തു. അതുകാരണം അവർ തമ്മിൽ സ്ഥിരമായി കലഹിച്ചിരുന്നു. ഒടുവിൽ ഇനി തനിക്ക് ഇത് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ അവനോട് പിരിഞ്ഞു. എന്നാൽ അവൾ അങ്ങനെ പറയാൻ കാരണം തൻ്റെ കൂട്ടുകാരിൽ ആരോ അവളോട് പറഞ്ഞിട്ടാണെന്നുള്ള സംശയം അവനിൽ ഉറങ്ങിക്കിടന്ന സൈക്കോയെ തട്ടി ഉണർത്തി. തന്നെ വഞ്ചിച്ച കൂട്ടുകാരെയും വിദ്യയെയും കൊന്നുകളയുക എന്നതായി അവൻ്റെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി അവൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ് ബാക്കി കഥകളൊക്കെ. കൂട്ടുകാരെ 2 പേരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കാട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി. അതിനുശേഷം ആശുപത്രിയിൽ കിടന്നാൽ തൻ്റെ കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലാക്കി അവൻ പുറത്തു ചാടാനുള്ള വഴിയായി നേഴ്സിനെ കൊന്നു. വിദ്യയാണ് അവൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലായതോടെ ഞാൻ കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളോട് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അമൽ അവളെ കണ്ടെത്തി കൊലപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ആരോടും പറയരുതെന്ന് പറഞ്ഞെങ്കിലും വിദ്യ താൻ എവിടെയുണ്ടെന്ന് ഉറ്റ സുഹൃത്തായ അഞ്ജലിയെ അറിയിച്ചിട്ടുണ്ടാവും. അവൾ എവിടെയുണ്ടാകുമെന്ന് അഞ്ജലിക്കറിയാമെന്നവൻ ഊഹിച്ചു. അഞ്ജലിയെ കാണാൻ അവളുടെ ഫ്ലാറ്റിലെത്തി. അമലിൻ്റെ ഭീഷണിയിൽ ജീവൻ രക്ഷാർത്ഥം അഞ്ജലി ആ വിവരം അവനെ അറിയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അഞ്ജലിയെ കൊലപ്പെടുത്തിയ ശേഷം വിദ്യയെ അവനെ കൃത്യമായി കണ്ടെത്താനായത്. അക്ഷയ് തുടർന്നു പറഞ്ഞു. തെളിവുകളില്ലാതെ ഇത് ഡാനിയൽ സർ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവനെതിരെ ശക്തമായൊരു തെളിവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അതുവരെ അവൻ പുറത്തു കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ്റെ ഒപ്പം എപ്പോഴും പോലീസുകാർ ഉണ്ടാകണമെന്ന് ഞാൻ ഡാനിയൽ സാറിനോട് അഭ്യർത്ഥിച്ചത്. അത് അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നില്ല. അവൻ കാരണം മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു. വിദ്യ എവിടെയുണ്ടെന്നറിയാൻ അഞ്ജലിയെ കൊല ചെയ്തു. അഞ്ജലിയിൽ നിന്ന് വിദ്യ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവളെ കണ്ടെത്തി ബന്ധനത്തിലാക്കി. രാത്രി 10 മണി കഴിഞ്ഞ് പാർക്കിൽ ആരും ഉണ്ടാകില്ലെന്നതിനാൽ അവൻ ആരും അറിയാതെ അവളെ അവിടെ എത്തിച്ചു. അവരുടെ പ്രേമം ആരംഭിച്ച ആ പാർക്കിൽ വെച്ച് തന്നെ അവളുടെ അവസാനവും ഉണ്ടാകട്ടെ എന്നവൻ തീരുമാനിക്കുകയായിരുന്നു. തൻ്റെ ഉള്ളിലുള്ള സൈക്കോ ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അമലിനും അറിയാം. എന്നാൽ അത് അംഗീകരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. അതിനാൽ അവൻ സ്വയം ചെയ്ത കൊലകളെല്ലാം അദൃശ്യനായ ഒരു കൊലയാളിയുടെ തലയിൽ കെട്ടിവെച്ചു. വാസ്തവത്തിൽ അവൻ്റെ നിഷ്കളങ്കമായ പേഴ്സണാലിറ്റിയെ അവനിലെ സൈക്കോ ആയ പേഴ്സണാലിറ്റി വിദഗ്ധമായി ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ അവൻ വിദ്യയെ
ഈ പാർക്കിൽ തന്നെ കൊണ്ടുവരുമെന്ന് എങ്ങനെ മനസ്സിലായി? ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ വിദ്യയുടെ ഫോണിൽ ഞാൻ GPS ട്രാക്കിംഗ് ആപ്പ് ഇട്ടിരുന്നു. അഞ്ജലിയുടെ ഫ്ലാറ്റിൽ നിന്നിറങ്ങുന്ന സമയത്ത് വിദ്യയെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ട്രാക്കിംഗ് ആപ്പ് ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അമലാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങളെന്താണത് നേരത്തെ പറയാതിരുന്നത്? ഡാനിയൽ ചോദിച്ചു. സാർ അത് വിശ്വസിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഒരനുഭവം അങ്ങനെയായിരുന്നല്ലോ. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കരുതി സാർ എന്നെ ഒഴിവാക്കി അന്വേഷണം കൊണ്ടുപോയാൽ വിദ്യ കൂടി മരണപ്പെടും എന്ന് എനിക്കറിയാമായിരുന്നു. തെളിവ് സഹിതം അവനെ താങ്കളുടെ മുമ്പിൽ എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്. കാരണം അവനെപ്പോലെ ഒരു സൈക്കോയെ ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് താങ്കളുടെ സഹായം കൂടി എനിക്ക് വേണമായിരുന്നു. വെൽഡൺ അക്ഷയ്, DSP തുടർന്നു. നിങ്ങൾ ഡാനിയൽ പോലും അറിയാതെ അയാളെ കൊണ്ട് ഈ കേസ് തെളിയിപ്പിക്കുകയായിരുന്നു. നിങ്ങളെ ഒരിക്കൽ സംശയിച്ചതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ ലേഖന പരമ്പര തുടരാനുള്ള എതിർപ്പുകൾ മാറ്റാൻ എന്നാൽ കഴിയുന്ന പോലെ ഞാൻ സഹായിക്കാം. അവ പബ്ലിഷ് ആവേണ്ടത് ഇപ്പോൾ നമ്മുടെ കൂടി ഒരു ആവശ്യമാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഒരിക്കൽ കൂടി താങ്കൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്കൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവാതെ പോയതിൽ എനിക്കിപ്പോൾ വിഷമം തോന്നുന്നു. നന്ദി DSP സർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആശംസകൾ സ്വീകരിച്ച ശേഷം അക്ഷയ് അവിടെ നിന്ന് യാത്രയായി. സാഹസികത നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിലേക്ക്. ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള ക്രൈം ത്രില്ലർ സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.